भूस्खलन के बाद केरल के वायनाड जिले में 10वें दिन भी तलाशी अभियान जारी है। इस बीच राज्य सरकार आपदा से प्रभावित लोगों के पुनर्वास के लिए खास योजना पर काम कर रही है। पुनर्वास प्रक्रिया की निगरानी के लिए आला मंत्रियों और अधिकारियों की कमेटी फिलहाल वायनाड में तैनात है। राज्य सरकार के मुताबिक पहले चरण में प्रभावित इलाकों में लोगों को खाली घरों और हॉस्टलों में बसाने की कोशिश की जा रही है। പുനരധിവാസം രണ്ട് നിലയിലുണ്ട്. ഒന്ന് ടെമ്പററി റീഹാബിലിറ്റേഷനും പെർമനന്റ് റീഹാബിലിറ്റേഷനും. ആദ്യം ടെമ്പററി റീഹാബിലിറ്റേഷനിലേക്ക് വന്നാൽ വാടക വീടുകൾ അതൊരുക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുക്കുന്നു. അതിന്റെ ഭാഗമായി സർക്കാരിന്റെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ കൂടി അത് അനുകൂലിച്ച് അതിന് പിന്തുണ പ്രഖ്യാപിച്ച് വരുന്നൊരു സ്ഥിതി ഉണ്ടാക്കാൻ സർക്കാർ ക്വാർട്ടേഴ്സുകൾ അത് പൊതുമരാമത്ത് വകുപ്പിന്റേതായിക്കോട്ടെ മറ്റുള്ളതായിക്കൊള്ളട്ടെ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. തീരുമാനമെടുത്ത് 24 മണിക്കൂറിനുള്ളതാണ് പല ക്വാർട്ടേഴ്സും കൂടുതൽ ആളുകളെ വെച്ചുകൊണ്ട് റിപ്പയർ ചെയ്തത്. ഇന്നലെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, അടഞ്ഞു കിടന്ന ക്വാർട്ടേഴ്സുകളാണ്. 3 ബെഡ്റൂമും 4 ബെഡ്റൂമുള്ള ക്വാർട്ടേഴ്സാണ്. 10-15 പേർക്ക് താമസിക്കാൻ പറ്റും. राज्य के पर्यटन मंत्री के मुताबिक दूसरे चरण में प्री फैब्रिकेटेड तकनीक से मकान बनाए जाएंगे। അപ്പൊ അതിന് പുറമേയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് നിർമ്മാണം നടത്താവുന്ന പ്രീഫാബ് കൺസ്ട്രക്ഷൻ അതുകൂടി നമ്മളിപ്പോൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിൽ പലരുമായി സംസാരിച്ചു. അങ്ങനെ ടെമ്പററി റീഹാബിലിറ്റേഷൻ ഉറപ്പുവരുത്തുക. പെർമനന്റ് റീഹാബിലിറ്റേഷനിൽ ഒരു കാഴ്ചപ്പാട് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിന് പൊതുവെ എല്ലാവരും പിന്തുണ നൽകിയിരിക്കുകയാണ്. എല്ലാവരുടെ അഭിപ്രായം എടുക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ വ്യക്തികളും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും അതോടൊപ്പം ഈ ക്യാമ്പിലുള്ളവർ ആശുപത്രിയിലുള്ളവർ അവരുടെ അഭിപ്രായം പരമപ്രധാനമാണ്. राज्य सरकार के अधिकारियों के मुताबिक पहले 2 चरण पूरा होने के बाद तीसरे चरण को शुरू किया जाएगा। वायनाड में 30 जुलाई को हुए भीषण भूस्खलन में अब तक 225 से ज्यादा लोगों की मौत हो चुकी है और 130 से ज्यादा लोग लापता हैं। अब बात करेंगे अगली स्पेशल रिपोर्ट की। वायनाड में भूस्खलन से बचे लोगों से मकान मालिक दोगुना किराया मांग रहे हैं। आपको बता दें, केरल के वायनाड में भूस्खलन से बचे कई लोगों ने आरोप लगाया है कि मकान मालिक घरों का जो किराया है वो दोगुना कर चुके हैं। दोगुना किराया मांगकर उनकी परेशानियों को और बढ़ा रहे हैं। भूस्खलन की आपदा में जिंदा बचे लोगों का कहना है कि जब वो मेपादी, भिथरी और कलपेटा जैसे इलाकों में मकान मालिकों से किराए के घर के लिए मिलते हैं तो वे उनसे सामान्य किराए से दुगना किराए की मांग करते हैं। ये रिपोर्ट देखिए। केरल के वायनाड में भूस्खलन से बचे कई लोगों ने आरोप लगाया है कि मकान मालिक घरों का दोगुना किराया मांगकर उनकी परेशानियों को और बढ़ा रहे हैं। भूस्खलन की आपदा में जिंदा बचे लोगों का कहना है कि जब वे मेपादी, विथरी और कलपेट्टा जैसे इलाकों में मकान मालिकों से किराए के घर के लिए मिलते हैं तो वे उनसे सामान्य किराए से दोगुना किराया मांग रहे हैं। ഉപ്പാന്റെ പേരിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും വീടൊക്കെ പോയതാണ് ഈ ഉരുൾപൊട്ടലിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ മേപ്പാടി ഭാഗത്ത് ഞങ്ങൾ ഒരുപാട് വീടുകൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവർ നമ്മൾ എല്ലാവരും വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ ദുരിതബാധിതർക്കുള്ള ആൾക്കാർക്കുള്ള വീടും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ സംവിധാനം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പോയി ചോദിക്കുമ്പോൾ അവർ ഡബിളാണ് അവർ നമ്മളോട് അഡ്വാൻസ് കാര്യങ്ങൾ വാടകയൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ അവരിങ്ങനെ ഇതേപോലത്തെ ഒരു വാഗ്ദാനം അവർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അത്ര വലിയ പൈസ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് കോഴിക്കോട് അവിടെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഈ പൈസക്ക് നമുക്ക് അവിടെ ഫ്ലാറ്റ് വരെ കിട്ടും. लोगों का ये भी कहना है कि समय की कमी के बीच राहत कैंप छोड़ने के अलावा उनके पास कोई और विकल्प नहीं है। കുറെ ആൾക്കാരെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഫണ്ട് ഇപ്പോൾ 6000 രൂപയുടെ വാടക ചോദിച്ചാൽ 9000 രൂപ 10000 രൂപ പറയാണ്. പക്ഷെ നമ്മൾ മേപ്പാടി കൽപ്പറ്റ ഇത്തിരി ആ ഭാഗത്തൊക്കെ കുറെ നമ്മൾ ചോദിച്ചു നോക്കി. അപ്പൊ ഇവര് കഴിഞ്ഞ പ്രായത്തിൽ ഇങ്ങനെന്താണ് പറഞ്ഞ്. അപ്പൊ ഇവിടെ നോക്കി ജസ്റ്റ് നോക്കി 25 തീയതി മുട്ട് നമുക്ക് ടൈമിങ് കാര്യം കൊടുത്തേക്കണ്. അത് കഴിഞ്ഞ ക്യാമ്പിൽ നിന്ന് ഇവർ പുറത്താക്കും. അതിന് ഉറപ്പാണ്. നമുക്ക് ഈ 3 പ്രളയം കണ്ട ആൾക്കാരാണ് നമ്മൾ. പുത്തുമല മുണ്ടക്കൈ കൊറോണ സമയത്ത് മുണ്ടക്കൈ പൊട്ടി. ഈ സമയത്ത് നമുക്ക് ചൂറമലയും മുണ്ടക്കൈയും ഒക്കെ പോയി. ഈ ഗവൺമെന്റ് എന്താ വെച്ചാൽ കുറെ ഫണ്ടും കാര്യമൊക്കെ കേറിക്കണ്. ഒക്കെ സർക്കാർ ഇങ്ങോട്ട് അടിച്ചു മാറ്റിയാണ്. എന്റെ ഫാമിലി മാത്രമേ ഇവിടുന്ന് പോയി രക്ഷപ്പെട്ടുള്ളൂ. വാപ്പാന്റെ ഫാമിലിയുള്ള ഒരു 7 ആൾക്കാർ പോയിട്ട് അതിൽ 2 ആൾക്കാരെ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 5 ആൾക്കാർ ഇനിയും കിട്ടാനാണ്. അവരാരും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണത്. ഞങ്ങള് ക്യാമ്പിൽ ഇവിടെ മേപ്പാടി ക്യാമ്പിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് പറഞ്ഞു, നിങ്ങള് വീടുള്ള ആൾക്കാർ മാത്രം ഇവിടെ നിന്നാൽ അല്ലാത്തവരൊക്കെ അങ്ങോട്ട് മാറാൻ പറയും. ഞങ്ങൾ എല്ലാവരും കൽപ്പറ്റയ്ക്ക് മാറ്റി. പക്ഷെ ഞങ്ങൾക്ക് വീടില്ല. ഞങ്ങളെ തറവാടെല്ലാം പോയി. മൊത്തത്തിൽ പോയിട്ട് നിൽക്കുന്നത് ഞങ്ങൾ കഷ്ടത്തിൽ നിൽക്കുമ്പോഴാണ് പിന്നെ വീട് നമ്മൾ വാടകയ്ക്ക് ചോദിക്കുന്നുണ്ട്. प्रधानमंत्री नरेंद्र मोदी वायनाड में चल रहे राहत कार्यों को देखने और भूस्खलन से बचे लोगों से मिलने के लिए